ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാവ വൈഷ്ണുട്ടി. ഇന്നൊരു ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. വൈഷ്ണുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. വൈഷ്ണു ഗുരുച്ചപ്പേടിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ആനുവൽ ഡേ ആയിരുന്നു. അമ്മ വൈഷ്ണുവിനെ എന്താ പറയുക, ഡാൻസിനുള്ള ആൾക്കാരനെ ആദ്യം തന്നെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മണിയൊക്കെ ആകുമ്പോൾ തന്നെ. അപ്പോൾ അമ്മ കൊണ്ടാക്കുമ്പോൾ ചെയറൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റേജൊക്കെ ഓക്കെ ആക്കി വെക്കുകയായിരുന്നു. കുറേ ആൾക്കാർ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചെയറൊക്കെ നല്ലോണം അടുക്കി വെച്ച് എല്ലാവരും ഭയങ്കര തിരക്കിലായിരുന്നു. ഓരോന്ന് ചെയ്യൽ അതൊക്കെയായിരുന്നു. പിന്നെ ക്ലാസ്സിൽ പോയപ്പോൾ വൈഷ്ണുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. ഇതൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സങ്കടത്തിനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അടുത്തിരിക്കുന്ന ആരാ? വിഷ്ണു? റിവിക അവളുടെ വേറൊരു ഫ്രണ്ടാണ്. കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതളും എത്തി കേട്ടോ. പിന്നെ അവൾക്ക് ഇതളിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതളോട് സംസാരം, പിന്നെ ഇവരെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. ഇവൾക്ക് ഇതളിനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സംസാരമാണ് ഇവർ രണ്ടുപേരും എപ്പോഴും. അപ്പോൾ ഇവർക്ക് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, ഭവിഷ്യ എന്ന് പറഞ്ഞിട്ട്. ഭവിഷ്യൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവരിങ്ങനെ രണ്ടുപേര് കൂടുതൽ സംസാരം കാണിക്കുന്നത്. ഈ ഭവിഷ്യനെ ഒന്ന് ജലസ് അടുപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരമായിരുന്നു. പിന്നെ അമ്മയും വൈഷ്ണുവും ഇതളും കൂടിയിട്ട് റീൽസൊക്കെ എടുത്തു കുറേ. പിന്നെ വൈഷ്ണു എപ്പോഴും ഇതളുടെ കൂടെയാണ് കൂടുതൽ സംസാരിക്കുക. ക്ലാസ്സിൽ പോയി അവൾ ഇതളുടെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ഇൻ്റർനാഷണൽ കോൺവെർസേഷൻ ആയിരുന്നു. വൈഷ്ണു ഇതളും ഒരേപോലെ മുടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരമായിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിൽ. അപ്പോൾ തന്നെ അമ്മ ഇതാണ് ഭവിഷ്യ. അപ്പം അമ്മ ഭവിഷ്യൻ്റെ അടുത്ത് പോയിട്ട് പിണങ്ങണ്ട, അവരിതാക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി. ഞാൻ അപ്പോഴാണ് എത്തിയത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മേക്കപ്പൊക്കെ ഇട്ടു. വൈഷ്ണു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പപ്പ വിളിക്കുകയും ചെയ്തു. അപ്പോൾ പപ്പൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും സമയമില്ല. അവൾ ഇതെല്ലാം തപ്പായിരുന്നു. ഇതളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പപ്പ അവിടെ നിന്ന് സംസാരിക്കണം ഒന്നും കേൾക്കണില്ല, നോക്കണമില്ല. ഭയങ്കര തെരച്ചിലായിരുന്നു. അതിൻ്റെ അവൾ ഓടി, ഇതളിനെ തപ്പിയിട്ട് അവൾ ഓടി. പിന്നെന്താ പറയുക, അപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രെയർ ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്ത് പ്രെയർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പാരൻസിന് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രെയറിന് വേണ്ടി എല്ലാവരും നിൽക്കുമായിരുന്നു. പ്രെയർ കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. മെയിൻ ചീഫ് ഗസ്റ്റ് നമ്മുടെ പാലക്കാടിൻ്റെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതിൽ നമ്മളവരെ ആദരിക്കുന്ന ഒരു സന്തോഷപൂർവമായ ഒരു ദിവസമാണുള്ളത്. അപ്പം നിങ്ങൾ പാരൻസ് എല്ലാവരും വളരെ ആകാംക്ഷയോടെയും വളരെ സന്തോഷത്തോടെയും ഈ ഒരു വ്യക്തിത്വം വന്നിരിക്കുകയാണ്. നമ്മൾ അധികം വൈകിക്കുന്നില്ല. നമുക്കിനി നിങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം കാണാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കിടക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും ബഹുമാനനായ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ വിശ്വഭരൻ സാർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ കോശി തോമസ് കെ, ഏറ്റവും ബഹുമാനിയായ നമ്മുടെ കുഴിമന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്ഘാടന പരിപാടി. ഇനി ഇത് കഴിഞ്ഞിട്ട് 3 സ്കൂളിൽ കൂടെ ആനുവൽ ഡേക്ക് പോയിട്ട് വേണം ഇന്നത്തെ ഈ ആനുവൽ ഡേ മാമാങ്കം അവസാനിക്കാനായിട്ടുള്ളത്. എല്ലാ സ്കൂളിൻ്റെയും പരിപാടിക്ക് ആനുവൽ ഡേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു പരിപാടിക്കൊക്കെ ഓടിയിറങ്ങി പോകാൻ പറ്റും. ഇത് ഈ സ്കൂൾ ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് തന്നെ ഞാൻ വിശ്വംഭരൻ സാറിൻ്റെ അനുവാദം വാങ്ങി ആനുവൽ റിപ്പോർട്ട് ഒന്ന് ബൈപ്പാസ് ചെയ്ത് അവിടെ ബഹുമാനനായ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അധ്യക്ഷ പ്രസംഗം ഒന്ന് ബൈപ്പാസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൗണിൽ ചെന്നിട്ട് വേണമെങ്കിൽ അടുത്ത സ്കൂൾ ആനുവൽ ഡേ തുടങ്ങാനായിട്ട്. ഇന്നത്തെ ദിവസം നമ്മൾ അധികം പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കുഞ്ഞുങ്ങളോടുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. എന്ത് രസമായിട്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇവരുടെ ദിവസമാണ്.
ഇവര് ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഇവരിരിക്കേണ്ട ഒരു ദിവസവും ഞങ്ങളെപ്പോലത്തെ ആളുകൾ വന്ന് പ്രസംഗിച്ചിട്ട് സമയം എടുക്കുക എന്ന് പറയുന്നത് ഒരു അനീതി ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഗുഡ്ഷിപ്പേട്ട് സ്കൂളിന്റെ ഹെഡ് ഗേൾ ആയിരുന്നു. ഹെഡ് ഗേളുടെ വലിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സ്കൂൾ മൈതാനങ്ങളിലായിക്കോട്ടെ, സ്കൂൾ കലാപരിപാടിയിലായിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾ എന്റെ ഒപ്പമുണ്ടായിരുന്നു. ആ നിമിഷങ്ങൾ വളരെയധികം മനോഹരമായിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ, അമ്മ, നിലക്കാത്ത സ്നേഹവും പ്രോത്സാഹനവും നൽകിയ എന്റെ മാതാപിതാക്കൾക്ക് നന്ദി. എന്റെ സ്വപ്നങ്ങളെ പിന്തുടരേണ്ട എനിക്ക് ശക്തി നൽകിയത് നിങ്ങളുടെ ത്യാഗവും പിന്തുണയും ഒന്നു മാത്രമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രണവാണ്. ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, നല്ല ഒരു സിംഗറാണ്. അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറയുകയായിരുന്നു. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ആ പയ്യൻ ആകെ പേടിച്ചു പോയി. കാരണം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പയ്യനാണ് ആയതുകൊണ്ട് തന്നെ ഓട്ട മത്സരത്തിൽ ഓടുമ്പോൾ തന്നെ ബാലൻസ് തെറ്റി താഴെ വീഴും. ആ കുട്ടി ആദ്യം തന്നെ നോ ടീച്ചർ, ഐ കാൻറ്റ് ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ടീച്ചർ അവനെ പിന്തിരിപ്പിച്ചില്ല. പല മോട്ടിവേഷൻ കഥകൾ കൊടുത്തിട്ടും ആ കുട്ടിക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുത്തിട്ടും വിൽ പവർ കൊടുത്തിട്ടും പല റിയൽ സ്റ്റോറീസ് അവന് മുന്നിൽ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടും ആ അധ്യാപിക ആ പയ്യനെ ആദ്യമായിട്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഗുഡ്ഷിപ്പേട്ട് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൽ ഈ ഒരു ഹോൾ ഇയറിൽ ഉണ്ടായിരുന്ന എല്ലാ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസിനും എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. ഹെൽത്ത് സെന്ററിൽ നിന്ന് വന്ന സ്റ്റാഫ് നഴ്സ് ക്ലാസ് എടുത്തിരുന്നു. ഒരു നല്ലയിടം പദ്ധതി, ശുചിത്വ കേരള മിഷന്റെ ഭാഗമായിട്ട് പരിസര ശുചിത്വം, ഒപ്പം പരിസ്ഥിതി സംരക്ഷണം എന്നിവ പാലിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് നല്ലയിടം പദ്ധതി തുടങ്ങുകയും തുടർന്ന് ശരിയായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു. കിഡ്സ് ഫെസ്റ്റ് ബ്ലൂ ഡേ സംഘടിപ്പിക്കുകയുണ്ടായി. മോണ്ടിസോറി പാഠ്യപദ്ധതിയുടെ ഭാഗമായി കണ്ടും കേട്ടും നിരീക്ഷിച്ചും ക്രിയാത്മക രീതിയിൽ രസകരമായി പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ബ്ലൂ ഡേയും സെലിബ്രേഷൻ നടത്തി. സ്പീച്ചിന് ശേഷം കലാപരിപാടികൾ കുറേ ഉണ്ടായിരുന്നു. വൈഷ്ണുവിൻ്റെ 9th വണ്ണായിരുന്നു. അപ്പോൾ വൈഷ്ണുവിൻ്റെ ഡാൻസ് ആണത്. സാർ എല്ലാവരും പേര് വിളിച്ച് എല്ലാവരും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈഷ്ണു ഒന്നൊരു ദിവസം ചിൽഡ്രൻസ് ഡേക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോയി ഝാൻസി റാണിയായിട്ട്. പക്ഷേ അവൾക്ക് ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അവൾ ഈ പ്രോഗ്രാം നന്നായി ചെയ്തില്ല. അപ്പോൾ ഇപ്രാവശ്യം നന്നായി പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ, അമ്മ, പിന്നെ പപ്പ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഡാൻസ് കളിക്കുമ്പോൾ അമ്മനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചിരിച്ച് കളിക്കലായിരുന്നു. ഞങ്ങൾ ഇത്രയും സത്യം പറയാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം അവൾ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമിന് അത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവളെല്ലാം കളി നന്നായി ചെയ്യുകയൊക്കെ ചെയ്തു. സ്റ്റെപ്സ് ഞാൻ ഇടയ്ക്ക് വെച്ച് അവൾ മറക്കുമെന്നൊക്കെ കരുതി. കാരണം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ നന്നായി കളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും നന്നായി കളിച്ചു. നല്ലൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു. പ്രോഗ്രാം ഓൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ സൈഡിൽ വന്ന് വീഡിയോ എടുക്കലായിരുന്നു. ഞാൻ പപ്പനെ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കാണിക്കണായിരുന്നു. വൈഷ്ണുവിൻ്റെ സോങ് വല്ലാത്ത ജാതിയും വാ കണ്ണമ്മ എന്ന് പറഞ്ഞ സോങ്ങായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായി ഡാൻസൊക്കെ കളിച്ചോൾ. നല്ല പ്രോഗ്രാമായിരുന്നു. രാത്രി കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ്. ഒരു 12 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ ഫുൾ പ്രോഗ്രാം ഒരു 30+ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് ഡാൻസ്, എന്താ പറയുക, സ്റ്റാൻഡപ്പ് കോമഡി, അതെല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അവൾ നന്നായി ഡാൻസ് ഒക്കെ കളിച്ചു. എല്ലാവരും നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ വൈഷ്ണുവിൻ്റെ കോർഡിനേഷൻ തെറ്റോ എന്നൊക്കെ പഠിച്ചു. കാരണം അവൾ ഇടയ്ക്ക് വെച്ചിട്ട് പാട്ടിൻ്റെ ആ ഒരു ഇതിന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ സ്പീഡേ കളിക്കായിരുന്നു. അപ്പോൾ ഈ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് എവിടേക്കൊക്കെയോ ഒന്ന് ഇതായി. പക്ഷെ അവൾ നന്നായി കളിച്ചു. അതേപോലെ തന്നെ സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും നന്നായി കളിച്ചു, കളിക്കാൻ വന്നവരും നന്നായി കളിച്ചു. നല്ല ഡാൻസ് ആയിരുന്നു, അതേപോലെ നല്ല പ്രോഗ്രാം ആയിരുന്നു. ആനുവൽ ഡേ എത്ര കളറാക്കാൻ പറ്റുന്നോ അത്രയും കളറാക്കിയിട്ടുണ്ട്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. മെയിനായിട്ട് വീഡിയോ എടുത്ത് പപ്പയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പപ്പൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ആദ്യം തന്നെ വീഡിയോ എടുത്ത് പപ്പയ്ക്ക് അയക്കുകയും ചെയ്തു. പിന്നെ ഇവർ ഡാൻസ് കളിക്കലും ഭയങ്കര ആക്റ്റീവായിരുന്നു. രാത്രിയായപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അവസാനത്തെ പ്രോഗ്രാം ആവുമ്പോഴത്തേക്കും കുറേ പേര് പോയി. പക്ഷേ അടിപൊളി കളറായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമായിരുന്നു, സെറ്റ് പ്രോഗ്രാമായിരുന്നു. നല്ലോണം ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. വേറെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് കുറച്ചായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. വൈഷ്ണു ലൈറ്റിൻ്റെ ഡയറക്റ്റ് അവിടെ തന്നെ നിൽക്കുന്ന കുട്ടിയാണ്. അവളെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വൈഷ്ണു അമ്മനെ തന്നെ നോക്കി ചിരിക്കായിരുന്നു. അമ്മനെ നോക്കുക ചിരിക്കുക അങ്ങനെയായിരുന്നു. അമ്മ ചിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മനെ നോക്കുമ്പോൾ ചിരിക്കുക. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ചച്ച, അച്ചമ്മ, അമ്മമ്മ, അച്ചച്ചൻ, ഞാനും അമ്മ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവളുടെ പ്രോഗ്രാമും കാണാൻ പറ്റി. പപ്പ അവിടെ ആയതുകൊണ്ട്, പപ്പ ജമ്മുവിലായതുകൊണ്ട് പപ്പയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പപ്പയ്ക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. പിന്നെ ലൈവായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പപ്പയ്ക്കും വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ പപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവരുടെ പാട്ട് കഴിഞ്ഞതും വൈഷ്ണു വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അച്ഛൻ്റെ മടികയിലിരുന്നു. വൈഷ്ണു ഭയങ്കര തിരക്കിലായിരുന്നു. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇതളുടെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അവൾ ഇതളിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പപ്പ വീഡിയോ കോൾ ചെയ്തു. പപ്പ വൈഷ്ണുവിൻ്റെ അടുത്ത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വൈഷ്ണു ശ്രദ്ധിക്കണില്ല, വൈഷ്ണു ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊക്കെ ടാറ്റയൊക്കെ കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.